ഞാൻ നിന്നോടൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അല്ല, നിന്റെ മുഖത്തെന്തോ ഒരു ടെൻഷൻ? അച്ഛമ്മേ, ഞാൻ ഹോംവർക്ക് ചെയ്യാൻ മറന്നുപോയി. ടീച്ചർ ഒന്ന് ചോദിക്കും അത് ഓർത്തിട്ട് എനിക്ക് പേടിയാവുക. എന്താ നീ ഹോംവർക്ക് ചെയ്യാഞ്ഞത്? മര്യാദയ്ക്ക് അത് ചെയ്തുകൂടായിരുന്നു നിനക്ക്? അതല്ലേ പറഞ്ഞേ, മറന്നുപോയിന്ന്. പഠിപ്പിന്റെ കാര്യം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നിനക്ക് നല്ല ഓർമ്മയുണ്ട്. ഹോംവർക്ക് മാത്രം മറന്നുപോയല്ലേ? അച്ഛമ്മേ, ഒന്ന് ഹെൽപ്പ് ചെയ്യ അച്ഛമ്മേ. നീ എന്താ പറഞ്ഞു വരുന്നേന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് നീ സ്കൂളിലേക്ക് പോവേണ്ട ആവശ്യമില്ല. അച്ഛമ്മേ, ഒന്നുകൂടി പറഞ്ഞേ. ഇന്ന് നീ സ്കൂളിലേക്ക് പോവേണ്ട ആവശ്യമില്ല. ഇന്ന് ഞാൻ സ്കൂളിൽ പോണ്ടെന്നാണോ അച്ഛമ്മയാണേ പറയുന്നേ? സൂപ്പർ. കവിൻമോനെ, ഒന്ന് നിന്നേ, നിക്ക്. പറയച്ചമ്മേ. അത് നിന്നോട് ഞാനിന്ന് സ്കൂളിലേക്ക് പോവണ്ടെന്ന് പറഞ്ഞില്ലേ? അതെ. അതിന് പകരായിട്ട് നീ എനിക്ക് എന്താ ചെയ്യാൻ പോകുന്നേ? എന്താ വേണ്ടെന്ന് പറയാ, ചെയ്തു തരാം. ഞാനൊരു കാര്യം നിന്നോട് പറയും, അത് നീ അങ്ങനെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞ പോലെ തന്നെ ചെയ്യണം. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ഇന്ന് സ്കൂൾ ലീവാക്കുന്ന കാര്യത്തിൽ ഞാൻ പെർമിഷൻ തരൂ. സ്കൂളിൽ പോകാതിരിക്കാൻ അച്ഛമ്മ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. ശരി, ഞാൻ ഇപ്പൊ പറയുന്ന കാര്യം വള്ളി പുള്ളി വിടാതെ ഇപ്പൊ തന്നെ നീ അച്ഛൻ്റെ അടുത്ത് പോയി പറയണം. ചെയ്യില്ലേ? ഒന്ന് വേഗം പറ അച്ഛമ്മേ, ഞാൻ എല്ലാം സെറ്റാക്കി തരാം. നീ ഇപ്പൊ അച്ഛൻ്റെ അടുത്ത് പോയിട്ട്, അച്ഛാ അച്ഛാ പ്ലീസ് അച്ഛാ, പ്രീതി ആന്റിയെ അച്ഛന് കല്യാണം കഴിച്ചൂടെ? എനിക്കൊരു അമ്മ വേണം. അവരിനി എന്റെ ആന്റിയല്ല, എന്റെ അമ്മയാണെന്ന് നീ പോയി പറയണം. ഇത്രേ ഉള്ളൂ? ഇത് വെറും നിസ്സാര കാര്യല്ലേ, ഞാൻ ഏറ്റു. കവിൻമോനെ, ഒരു കാര്യം കൂടെ. ഞാൻ പറഞ്ഞത് മാത്രമേ പറയാവൂ. എന്നാ നിന്റെ അച്ഛൻ സമ്മതിക്കുന്നത് വരെ നീ ഇത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണം. ചെയ്യില്ലേ? ഓക്കേ അച്ഛമ്മേ. എന്റെ പെർഫോമൻസ് അച്ഛമ്മ കണ്ടോ? ഇന്ന് എന്നോട് സ്കൂളിൽ പോണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് അച്ഛൻ പറയുന്ന എന്തും ഞാൻ ചെയ്തു തരും. എന്നാ പോട്ടെ. ദേവയാനി. എന്താ 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 അമ്മേ? നീ ഇപ്പൊ കവിമോനോട് സംസാരിച്ചത് ഞാൻ കേട്ടു നിൽക്കുകയായിരുന്നു. പ്രീതിയെ കെട്ടാൻ വിക്രം സമ്മതിക്കുവോ? ആ വിശ്വാസം നിനക്കുണ്ടോ? വിക്രമനോട് കല്യാണക്കാര്യം പറയുമ്പോഴേ അവൻ ബഹളം തുടങ്ങും. അവനോട് വീട്ടിലേക്ക് ഗസ്റ്റായിട്ട് വന്ന ഒരു കുട്ടിയെ കാണിച്ച് ഇവളെ നീ കല്യാണം കഴിക്കണം, ഇവളാണ് ഇനി നിന്റെ ഭാര്യയെന്ന് പറഞ്ഞാ അവൻ സമ്മതിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. നെഗറ്റീവായിട്ട് ഞാൻ പറയാണെന്ന് വിചാരിക്കണ്ട. വേറെ ഏതോ ഒരു പെൺകുട്ടിയെ കാണിച്ച് കല്യാണക്കാര്യം പറഞ്ഞപ്പോ തന്നെ വീട് ഉപേക്ഷിച്ച് മോനെയും കൂട്ടി പെട്ടിയും ഒക്കെ എടുത്തിറങ്ങിയത് നീ കണ്ടില്ലേ? ഇപ്പോ കവിമോൻ ഇത് പോയി പറഞ്ഞാ ആരാണ് എന്നോട് ഇതെല്ലാം പറഞ്ഞു തന്നത്? നീയായിട്ട് പറയുന്നതാണോ അതോ വേറെ ആരെങ്കിലും പറഞ്ഞു പറയിപ്പിക്കുന്നതാണോന്ന് അവനോട് ചോദിക്കും. കുഞ്ഞു നുണ പറയാതെ തന്നെ നിന്റെ പേരവൻ പറയും. അത് കാരണം പിന്നെയും വീട്ടിലെ പ്രശ്നങ്ങളും വഴക്കുമായി നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് പേടിയാ ദേവയാനി. അമ്മേ, നെഗറ്റീവായിട്ട് പറയില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമാ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. അമ്മ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല. എനിക്കിപ്പോ നല്ല ധൈര്യവും വിശ്വാസവും ഉണ്ട്. വിക്രമിനെ കല്യാണം കഴിക്കാൻ പ്രീതി സമ്മതം അറിയിച്ചു. അത് തന്നെ എനിക്ക് വലിയൊരു ഭാരം ഇറക്കി വെച്ച പോലെ. വിക്രമും പ്രീതിയെ കല്യാണം കഴിക്കാൻ സമ്മതിച്ച എന്റെ എല്ലാ പ്രശ്നങ്ങളും അതോടെ തീരും അമ്മേ. എത്രയും വേഗം ഞാൻ അവരുടെ കല്യാണം നടത്തി കൊടുക്കും. ഇനി നടക്കുന്ന കാര്യങ്ങളെല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് വിചാരിച്ചോളൂ. എന്റെ പേരക്കുട്ടി പോയിരിക്കുക. അവൻ ആ കാര്യത്തിൽ വിജയിച്ചു വരുന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. നോക്കാം. ഇനി ദയവേദന ഈ കടയിലേക്ക് വരാതിരിക്കും. ഇനി മേലാ നിനക്ക് ഇവിടെ ജോലിയുമില്ല.